ഒരു മുസ്ലിമിന്റെ പേഴ്സണാലിറ്റിയാണ് സുബർ. അത് വിഷമം ഉണ്ടാകുമ്പോ, സങ്കടം ഉണ്ടാകുമ്പോ, രോഗം ഉണ്ടാകുമ്പോൾ ഒരു സുബറൊന്നല്ല, എല്ലാ സമയത്തും ഉണ്ട് സുബർ. സുബർ ഇല്ലെങ്കിൽ ഒരു അവസ്ഥ എന്തെങ്കിലും ആലോചിച്ചു, നമുക്കൊരാളെ ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്കൊരാളെ മനസ്സിലാവില്ല, പോരായ്മകളോടുകൂടി ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ല. എന്നാൽ സുബറുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിന് വല്ലാത്തൊരു വിശാലതയായിരിക്കും. അയാൾക്ക് ആരെ ഉൾക്കൊള്ളാൻ കഴിയും. ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളിലും വരാനിരിക്കുന്ന പ്രതീക്ഷയുടെ നാമ്പുകളെ അയാൾ സ്വപ്നം കാണും. അതാണ് ഇബ്രാഹിം നബിയുടെ ജീവിതം. ആ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് അറിയാം അള്ളാഹു എന്തോ ഒരു നന്മ വിചാരിച്ചിട്ടുണ്ട് എന്ന്. ഉണ്ടായിരുന്നില്ലേ? ലോകത്തേതൊരു വാപ്പയ്ക്കും സ്വന്തം മകനെ കൊണ്ട് ഉപകാരപ്പെടുന്നതിനേക്കാൾ ആ മകനെ ആ വാപ്പക്ക് ഉപകാരപ്പെട്ടു. അതാണ് പിന്നീടുള്ള ചരിത്രം. വാപ്പക്ക് മാത്രമോ, ഒരു വലിയ സമൂഹത്തിന് തന്നെ. അതാണ് സുബർ എന്ന് പറഞ്ഞാല് വരാനിരിക്കുന്ന ഒരു നന്മയെ പ്രതീക്ഷിക്കലാണ് സുബർ. അപ്പൊ നമ്മളൊരു മരണ വീട്ടിലേക്ക് ചെല്ലാണ്, അല്ലെങ്കിൽ നാട്ടിലൊരാൾ മരിച്ചു, ഇവിടെ ഉള്ള ഒരാളെ കാണാൻ പോകുമ്പോ നമ്മൾ എന്താണ് അയാളോട് പറയേണ്ടത്? അയാൾ കരഞ്ഞിരിക്കുന്നുണ്ടാവും. എന്താണ് അയാളുടെ തോളിൽ കൈവച്ചിട്ട് നമ്മൾ പറയേണ്ടത്? കരയല്ലേന്നാ? ഒരിക്കലും അയാൾക്ക് അതിന് ആശ്വാസമാവില്ല. അതേസമയം മകൻ നഷ്ടപ്പെട്ട ഒരു പിതാവിനോട് നമ്മൾ എന്താ പറയേണ്ടത്? നമ്മൾ ചെന്നിട്ടൊന്ന് പറഞ്ഞു നോക്കൂ, എനിക്ക് അല്ല തരാത്ത ഒരു അനുഗ്രഹം നിനക്ക് അല്ല തരുന്നുണ്ട്. അതിനുവേണ്ടി നിനക്ക് തന്നൊരു പരീക്ഷണമാണ്. എനിക്ക് പഠിച്ചവനത് തന്നിട്ടില്ല. നിനക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടി അല്ല നിനക്ക് തന്നൊരു പരീക്ഷണ. എന്തിനാണ് നീ പേടിക്കുന്നത്? ആശ്വാസം. വരാനിരിക്കുന്ന ഒരു നന്മയെ പ്രതീക്ഷിക്കലാണ് സുബ്ർ. എന്തോ ഒരു നന്മ ഇന്ന് കിട്ടണമെന്നില്ല, നാളെ കിട്ടണമെന്നില്ല, ഈ ലോകത്തിന് ഇന്ന് കിട്ടണമെന്നില്ല, പക്ഷേ അള്ളാഹ് അതുകൊണ്ടൊരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ ഒരു വിചാരമാണ് സുബ്ർ. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് വജസാഹും ബിമാ സ്വബറു ജന്നതൻ വഹരീറ. ഒരു കവിത പോലെ മനോഹരമായ ഒരു വചനമാണ് സൂറത്തു ദഹ്റിലെ, സൂറത്തുൽ ഇൻസാനിലെ ഒരു വചനം. വജസാഹും ബിമാ സ്വബറു, സബർ കാണിച്ചവർക്കുള്ള പ്രതിഫലം ജന്നതൻ വഹരീറ, നല്ല പട്ടുടുപ്പുകളും പൂന്തോപ്പുകളുമാണ്. നല്ല പട്ടുടയാടകളും പൂന്തോപ്പുകളുമാണ് സുബ്ർ കാണിച്ചവർക്കുള്ള പ്രതിഫലം. അതാണ് സുബ്ർ. അപ്പൊ അങ്ങനെ മനസ്സിനെ ഒരാള് സ്വന്തം അധീനത്തിലേക്ക് കൊണ്ടുവരലാണ്. ഈമാനിന്റെ ഒരു കരുത്ത് കൊണ്ട് മനസ്സിനെ ഒരാൾക്ക് നിയന്ത്രിക്കാൻ കഴിയലാണ് സുബ്ർ. ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റാണത്, ആ സുബ്റുള്ളൊരു മനസ്സ്.